സുഖായിരിക്കല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാണ്ട് നിന്നപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, 1-2 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കുറേ ആൾക്കാർ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. നമ്മൾ പുറത്ത് പോയാലും നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കട്ടോ, എന്താ വീഡിയോ ഇടാത്തത്, എന്താ വീഡിയോ കാണുന്നില്ലല്ലോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ചോദിക്കുന്നുണ്ട്. 1-2 ആൾക്കാരായാലും നമുക്ക് ഭയങ്കര സന്തോഷം ചോദിക്കുന്നുണ്ടല്ലോ. അതെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ വരികയാണ്, ക്രിസ്മസ് ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം പിടിക്കുക. അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടുന്നതാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന പരിപാടി. അതെ, വീട്ടിൽ തന്നെ എങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ സിമ്പിളായിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ അതാട്ടോ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചിലവ് കുറച്ചിട്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏട്ടനെ ഞാൻ പിടിച്ച് നിർത്തി അതിനാട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇന്ന് രാവിലെ ചെറിയ കുറച്ച് നമ്മളെ വീട്ടിലുള്ള കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന പറയുമ്പോൾ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു കേട്ടോ. പകുതി മുക്കാലും പുറത്തുനിന്ന് വാങ്ങിയ സാധനമാണ്. എന്നാലും നമുക്ക് വലിയ എമൗണ്ട് ഇല്ലാത്ത സാധനങ്ങളാണ്. അതെ, അപ്പോൾ എമൗണ്ട് കുറച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ട്രീക്ക് വില ചോദിച്ചു നോക്കി. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് നമ്മളെ വീഡിയോയിലേക്ക് പോകാമല്ലോ. എങ്ങനെ വലിച്ച് സംസാരിച്ച് ലാഗടിപ്പിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരേ നീളത്തിലും വലുപ്പത്തിലുള്ള കമ്പ് വേണം കേട്ടോ. അത് നമുക്ക് ഏത് കമ്പ് വേണം എടുക്കാം. മുള എടുക്കാം, മടലെടുക്കാം, എങ്ങനെ വേണം. ഞങ്ങൾക്കിവിടെ മടലാട്ടോ കിട്ടിയത്. മട്ടൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരേ നീളത്തിലുള്ള സാധനമാണ് എടുത്തത്. എന്നിട്ട് നമുക്കൊരു ബക്കറ്റിൻ്റെ, അത്യാവശ്യം വലിയൊരു ബക്കറ്റിൻ്റെ മൂടി കിട്ടണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രീ എങ്ങോട്ടെങ്കിലുമൊക്കെ മൂവ് ചെയ്യാൻ നമുക്ക് എളുപ്പമാട്ടോ. അല്ലാതെ നമുക്ക് തറയിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഏട്ടൻ സ്ക്രൂ വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത്. 3 ഭാഗത്തായിട്ട് ഇങ്ങനെ സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് കൂട്ടിക്കെട്ടുക കേട്ടോ. കൂട്ടിക്കെട്ടിയിട്ട് നമുക്ക് ഇനി എന്താ പറയുക, ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ കയറ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മട്ടലിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് വലിച്ച് കെട്ടാം. അതാകുമ്പോൾ ഈ ഗിൽറ്റ് പേപ്പർ ചുറ്റുമ്പോൾ കുറച്ചുകൂടി ഒരു പിടുത്തം കിട്ടും കേട്ടോ. ഞങ്ങളെടുത്ത മട്ടൽ കുറച്ചുകൂടി നീളം കൂടുതലായിപ്പോയി. എന്നപ്പോൾ നമുക്ക് ഗിൽറ്റ് പേപ്പർ അതിൽ ഫുള്ളായിട്ട് ചുറ്റാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം നമ്മൾ ആകെ 6 ഗിൽറ്റ് പേപ്പറേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വലുപ്പം ഒന്നുകൂടി കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ കമ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ വലുപ്പം ഒന്ന് കുറച്ചു. സാധാരണ നമുക്കൊരു 8 എണ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല തിക്കിൽ നമുക്ക് ചുറ്റി കൊണ്ടുവരാം. പക്ഷെ നമ്മൾ 6 എണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ക്രിസ്മസ് ട്രീ മുകളിൽ അവിടെ വരെ ഇങ്ങനെ ചുറ്റി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടിയും എന്താ പറയുക, കുറച്ചുകൂടി വീതിയിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു തടി തോന്നും കേട്ടോ ക്രിസ്മസ് ട്രീക്ക്. ഇത് കുറച്ചൊരു മെലിഞ്ഞ ക്രിസ്മസ് ട്രീ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ചുറ്റി ഫിനിഷിംഗ് ഒക്കെ ആയി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ കാണാൻ. ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ പോയി വാങ്ങിയപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള മറ്റേ സാധനം ചോദിച്ചിട്ടോ. പക്ഷേ ഇപ്പം ഇങ്ങനത്തെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാട്ടോ തൽക്കാലം വാങ്ങിയത്. പക്ഷെ ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത്. പക്ഷേ അവിടെ അടുത്ത അമ്പലത്തിൽ പാട്ട് വെച്ച കാരണം നമുക്ക് വീഡിയോയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, മൂടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ സുഖമാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാം യൂസ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്ത് ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ട്രീൻ്റെ വലുപ്പം ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഗിൽറ്റ് പേപ്പറിൻ്റെ എണ്ണം വളരെ പരിമിതമായതുകൊണ്ട് നമ്മൾ ട്രീൻ്റെ വലുപ്പം ഒന്ന് കുറച്ചു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ LED ബൾബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയിൻ പോലത്തെ ബൾബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തു. ഭയങ്കര എളുപ്പമായിട്ടത് ചെയ്യാൻ. നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ മോളെ കൂടി കൂട്ടിയെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ LED ബൾബ് വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തു. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് വെച്ചിട്ട് മുകളിലൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മളെ മുകളിലത്തെ ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മാസ്ക് ആട്ട് വെച്ച് കൊടുത്തത്. അത് വെച്ചപ്പോൾ നല്ലൊരു ഭംഗി തോന്നി, കുറച്ചൊരു ഭംഗി തോന്നി കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മളെ ക്രിസ്മസ് ട്രീ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ആക്കാൻ പോവാം അല്ലേ? നല്ല രസം ഉണ്ടാവും അല്ലേ കാണാൻ? ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ക്രിസ്മസ് ട്രീ ആട്ടോ. അപ്പം നമുക്ക് ലൈറ്റ് ഓൺ ആക്കി വെക്കിയാലോ അല്ലേ? അതെ, ലൈറ്റ് ഓൺ ആക്കാൻ പോവാണ്. അപ്പം ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ക്രിസ്മസ് ട്രീ ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുകളിൽ ഈ ക്രിസ്മസ് ട്രീൻ്റെ തലഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ നമ്മൾ പൂപ്പൻ്റെ മാസ്ക് എടുത്ത് വെച്ചാട്ടോ. പക്ഷെ ഭംഗിയുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ചുകൂടി സാധനം വേണമായിരുന്നു. ഈ ഒരു പച്ച സാധനം ഉണ്ടാവില്ലേ, അത് കുറച്ചുകൂടി വേണമായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാട്ടോ അത്. പക്ഷെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അല്ലേ? അല്ലേ? കൊള്ളാം. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എന്താ പറയുക, ഈ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എന്ന് പറയുന്നില്ല, എന്നാലും കുറച്ച് നേരം ടൈം എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ ബോൾസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച ബോൾസ്, പിന്നെ ഈ മെരി ക്രിസ്മസ് എഴുതിയ സംഭവം, അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ ക്രിസ്മസിന് ഒരു ട്രീ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എളുപ്പത്തിനൊന്നും പറയുന്നില്ല, കുറച്ച് ഇതുണ്ടായിരുന്നു അല്ലേ? വലിയ വെള്ളം കുഴപ്പമില്ല. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. ഈ നമ്മുടെ ഡിസംബറിൽ ഇനി നമുക്കിനി വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും